എല്ലാ ദിവസവും രാവിലെ ഇതൊക്കെ തന്നെയായിരിക്കും ജോലി കേട്ടോ. ഒതുക്കും പറക്കലും അങ്ങനെയൊക്കെ തന്നെയാണ്. രാവിലെ കിയാരയും ചേട്ടനും പോയി. അവരൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ അടുക്കള പണിയൊക്കെ രാവിലെ ആവും. അതെല്ലാം അമ്മ ചെയ്യും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ പണിയൊന്നുമില്ല. എനിക്കപ്പോൾ റെസ്റ്റ് എടുക്കാം. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോകും. അപ്പോഴേക്കും ചിലപ്പോൾ രാവിലെ മുക്കൂസ് ഉണരുവാണെങ്കിൽ പിന്നെ അവൻ്റെ അടുത്തായിരിക്കും. അപ്പം കാപ്പിയും ചോറും ഒക്കെ ആയിട്ട് ചേട്ടനും കിയാരയും എല്ലാവരും ഒക്കെ പോവും. പിന്നെ ഞാനും അമ്മയും മുക്കൂസും മാത്രമേ വീട്ടിൽ കാണുള്ളൂ. പിന്നെ ഈ ഒതുക്കൽ പറക്കൽ അങ്ങനെയൊക്കെ ആയിരിക്കും. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ കുളമായിരിക്കും. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ ഒതുക്കിയൊക്കെ ഇടും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ പണി. ഇതെല്ലാം നീറ്റാക്കി ഇടുക, തുടയ്ക്കുക, തുണി അലക്കാൻ പോവുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ രാവിലത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മിക്കൂസ് ഉണരണതിന് മുന്നേ ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യും. പിന്നെ അതിനിടയ്ക്ക് തുണി അലക്കാനൊക്കെ ആയിട്ട് പോകും. എല്ലാ തുണി ഇങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് കല്ലിലിട്ടൊക്കെ ആയിരിക്കും തുണി അലക്കുന്നത്. അപ്പോൾ നല്ല തുണിയെല്ലാം ഞാൻ കല്ലിലിട്ട് അലക്കും. ബാക്കിയെല്ലാം വാഷിംഗ് മെഷീനിൽ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ ഇടുന്നത് അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കും. ബാക്കിയെല്ലാം കല്ലിലിട്ട് തന്നെ അലക്കിയാൽ എനിക്കൊരു സുഖമുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. പിന്നെ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ മഴക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട് പോകുന്നത്. അപ്പോൾ തുണി അലക്കണോ വേണ്ട, എന്തായാലും വാഷിംഗ് മെഷീനിൽ കുറച്ചിടാമെന്ന് വിചാരിച്ചു. ഒത്തിരി തുണി അലക്കാനായിട്ടുണ്ട്. ചേട്ടൻ്റെതും കിയാരയുടേതും മിക്കൂസിൻ്റെതും ഇപ്പോൾ എല്ലാവരുടെതും ഞാൻ തന്നെ അലക്കണമല്ലോ. ചേട്ടൻ ഇടയ്ക്കൊക്കെ തുണി അലക്കും, വാഷിംഗ് മെഷീനിൽ ഇടും. എന്നാലും ജീൻസ് അങ്ങനെയൊക്കെ എപ്പോഴും നമ്മളതിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി നരച്ച് പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് കല്ലിലിട്ട് തന്നെ അലക്കുന്നതായിരിക്കും അത് നല്ലത്. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. പ്രത്യേകിച്ച് വലിയ അഴുക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അങ്ങനെ അലക്കാൻ നിൽക്കാറില്ല. ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എപ്പോഴും എന്തെങ്കിലും കുറേ സാധനം കാണും കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ട് അവിടെ വയ്ക്കും. പിന്നെ അവസാനം പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ എല്ലാം മാറ്റി വയ്ക്കും. പിന്നെ ഒരു നീല ബോക്സ് ഉണ്ടില്ല, അതാണ് ഞങ്ങളുടെ പലഹാരപ്പെട്ടി. അതെപ്പോഴും അവിടെ തന്നെ മിക്കവാറും കാണും കേട്ടോ. കാരണം കിയാര വരുമ്പോൾ എടുത്ത് കഴിക്കാനൊക്കെ ആയിട്ട് രാവിലെയൊക്കെ എഴുന്നേൽക്കുവാണെങ്കിൽ ചിലപ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അത് അവിടെ തന്നെയൊക്കെ വെച്ചേക്കും. ഞങ്ങളാണെങ്കിലും ഇടയ്ക്കൊക്കെ കഴിക്കും. അപ്പോൾ ബിസ്ക്കറ്റോ വല്ല മുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ അതവിടെ തന്നെ വെച്ചേക്കും. പിന്നെ റിമോട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, ടി വിയുടെ റിമോട്ട്. പിന്നെ ഹോളൊക്കെ വന്നിപ്പോൾ വിചാരിച്ചു ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച്. അതെല്ലാം അടുക്കി പറഞ്ഞിട്ട് കിയാര ഉണ്ടെങ്കിൽ ഈ തുടപ്പും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവൾക്ക് തുടയ്ക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഇതൊക്കെ പിടിച്ച് വാങ്ങിച്ച് കുറേ സമയം അങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് സമയവും പോവും, മിക്കൂസ് ഉണരുകയും ചെയ്യും. പിന്നെ അതൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവളില്ലാത്ത സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ഈ ഹാളങ്ങനെ നമുക്ക് വലിയ വൃത്തികേടൊന്നും ആവത്തില്ല. പക്ഷേ ഈ ഡൈനിങ് ടേബിൾ കിടക്കുന്ന ഭാഗമായിരിക്കും ചിലപ്പോൾ കുളമാകുന്നത്. അവിടെ ചിലപ്പോൾ ഇവൾ പാലോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് കുറേ അവിടെ കളയും. പിന്നെ ചോറ് കഴിച്ചിട്ടൊക്കെ ചോറൊക്കെ അവിടെ കാണുമായിരിക്കും. അങ്ങനെ അവിടെയാണ് എപ്പോഴും നീറ്റാക്കാനുള്ളത്. ഹോളങ്ങനെ എപ്പോഴും അങ്ങനെ വൃത്തികേടാവത്തില്ല. കാരണം ആ ഏരിയയിലോട്ട് അവളങ്ങനെ അധികം പോകാറില്ല. ഇടയ്ക്കൊക്കെ ടി വിയൊക്കെ കാണും. അതൊക്കെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കാണും എന്നല്ലാതെ അവൾക്ക് വലിയ പ്രശ്നം ഇതില്ല കേട്ടോ. ഇടയ്ക്ക് ചിലപ്പോൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ടി വിയൊക്കെ കണ്ട് കളിച്ച് അവിടെ അങ്ങനെയൊക്കെ നിൽക്കും. പിന്നെ മിക്കൂസിന് ഇടയ്ക്ക് പായൊക്കെ ഇട്ട് പായിൽ കിടത്തും. കാരണം അവന് 3 മാസം ആകാറായി. അപ്പോൾ ഇനി പായിലൊക്കെ കിടക്കുവാണെങ്കിലല്ലേ ഒന്ന് കൈയും കാലുമൊക്കെ എടുത്ത് കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഇങ്ങനെ എപ്പോഴും എടുത്ത് വെക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല അവനിങ്ങനെ ചുമ്മാ കിടക്കാനൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അവനെ കുറച്ച് നേരം അവിടെ കിടത്തും. പിന്നെ ഇതേ കണ്ടില്ലേ, തുണി അലക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് അവിടെ വാരി ഇട്ടേക്കുമോ. ഇനി കുറേ തുണി അലക്കാനുണ്ട്. കുറച്ച് തുണിയാണെങ്കിൽ വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് താഴെ വന്നപ്പോഴേക്കും മിക്കൂസ് ഉണർന്ന് കിടപ്പുണ്ട് കേട്ടോ. മിക്കൂസേ കുഞ്ഞേ. ഇനി എൻ്റെ മിക്കൂസിനൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. കുളിപ്പിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ അപ്പുറത്ത് അടുക്കളയിൽ ഇവിടെ വെച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. അതാകുമ്പോൾ പൊക്കത്തിലിങ്ങനെ കിടത്തിയിട്ട് അവനെ ഒന്ന് കുളിപ്പിക്കാമല്ലോ. എനിക്കും നിന്ന് കുളിപ്പിക്കാനായിട്ട് സൗകര്യമായിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ് കുളിപ്പിക്കാൻ. കുളിപ്പിക്കുന്നൊരു സംഭവം വേണ്ടേ, അവനെ കിടത്തി കുളിപ്പിക്കുന്ന അതുണ്ട്. പക്ഷേ അതിൽ കുളിപ്പിക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് ഇതില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ
കിടത്തിയിട്ടാണ് കുളിപ്പിക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് മറ്റേ നാൽപ്പാമരാതി എണ്ണയില്ലേ അതൊക്കെ ഒന്ന് തേച്ച് കൊടുക്കും കാലിലും കയ്യിലും ദേഹത്തുമൊക്കെ. മുഖത്തൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് കുരുക്കൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുഖത്ത് അങ്ങനെ ഇടാറില്ല കേട്ടോ. അപ്പോൾ കയ്യിലും കാലിലും വയറിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം ഇട്ടിരിക്കണമെന്നാണ്. പക്ഷേ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഇട്ടില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയൊക്കെ തേച്ച് ഉടനെ ഞാൻ കുളിപ്പിക്കുകയാണ് ചെയ്തത്. അവനിപ്പോൾ വേറൊരു സോപ്പാക്കി. ഹിമാലയയുടെ സോപ്പ് അത്ര കൊള്ളത്തില്ല കേട്ടോ. അങ്ങനെ വേറൊരു സോപ്പാണ് ഡോക്ടർ എഴുതി തന്നത്. ആ സോപ്പ് നല്ലതാണ്. പിള്ളേർക്കൊക്കെ എനിക്കൊന്ന് ഇപ്പോൾ യൂസ് ചെയ്യുന്ന അതൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഹിമാലയയുടെ സോപ്പ് പൗഡർ ഹിമാലയയുടെ സാധനങ്ങളാണ് എല്ലാം വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം മാറ്റി. ഇപ്പോൾ സോപ്പ് ടെഡി ബാറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നല്ല സോപ്പാണ്. അപ്പോൾ നല്ല സോപ്പാണ്. അതാണിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മുക്കൂസിനെ കുളിപ്പിച്ച് എനിക്ക് ആദ്യം കുളിപ്പിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എങ്ങനെ കുളിപ്പിക്കും? കാരണം കിയാറിനെ അധികം ഞാൻ അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ കൂടുതലായിട്ട് ആ സമയത്തൊക്കെ കുഞ്ഞ് ജനിച്ച് ആ സമയത്തൊക്കെ ചേച്ചിയായിരുന്നു അവളെ കുളിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ. ചേച്ചിക്കെല്ലാം അറിയാവുന്നുണ്ട്. ചേച്ചിയായിരുന്നു ചെയ്യുന്നത്. ചേച്ചി നേഴ്സാണ്. അപ്പോൾ ചേച്ചിക്ക് ആ ഒരു വശം ഉള്ളതുകൊണ്ട് അവളായിരുന്നു എല്ലാം ചെയ്യുന്നതൊക്കെ. പിന്നെ ഇവിടെ വന്ന് അമ്മ പിന്നെ കുളിപ്പിക്കും. പിന്നെ ഞാനും കുളിപ്പിച്ച് തുടങ്ങി. ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു കുളിപ്പിക്കാനൊക്കെ. പക്ഷേ ഇപ്പം കുളിപ്പിച്ച് ഓക്കെ ആയി. കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബോഡി ലോഷനുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കും കേട്ടോ. 1 വയസ്സ് വരെ കൊടുക്കണമല്ലോ. ഞാൻ ഇടയ്ക്ക് കൊടുക്കത്തില്ലായിരുന്നേ. വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ അത് കാരണം ഇവന് പിന്നെ ഒരു വൈറ്റ് കളർ ഡോട്ട് പോലെയൊക്കെ കഴുത്തിലും മുഖത്തുമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വൈറ്റമിൻ്റെ മരുന്ന് ഇപ്പോൾ കൊടുക്കും കേട്ടോ സ്ഥിരം. ഇടയ്ക്ക് ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ സ്ഥിരമായിട്ട് വൈറ്റമിൻ മരുന്നൊക്കെ കൊടുക്കും. അത് കുട്ടികൾക്ക് 1 വയസ്സ് വരെ നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ. കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് കൊടുക്കണം. പിന്നെ എനിക്ക് ഒരു ഓയിൻമെൻറ്റ് പോലെ ഒരു സംഭവം ഒരു ഓയിൻമെൻറ്റ് തന്നായിരുന്നു. അതിങ്ങനെ കഴുത്തിലും മുഖത്തുമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. തല കുളിപ്പിച്ചിട്ടില്ല. അവന് ജലദോഷമാണ്. അതുകൊണ്ട് തല കുളിച്ചില്ല. ദേഹം കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പാമ്പർ മേടിച്ചായിരുന്നേ. ഡയപ്പർ മേടിച്ച് മമ്മി പോക്കോ പൻസ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു 610 രൂപയ്ക്ക്. 610 രൂപയ്ക്ക് 90 പാമ്പർ കിട്ടി കേട്ടോ. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. സ്മോളാണ് സൈസ് കേട്ടോ. അതിന് 90 എണ്ണം 610 രൂപയ്ക്ക് കിട്ടി. അത് നല്ലതാണ് കേട്ടോ. നല്ല പാമ്പർ നല്ല ഡയപ്പറാണ്. മമ്മി പോക്കോ പാൻസാണ്. അത് നല്ലതാണ്. ആദ്യം ഞാൻ അത് തന്നെയായിരുന്നു വാങ്ങിച്ചത്. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് വിലക്കുറവുണ്ട് ഓൺലൈൻ വഴി വാങ്ങാനായിട്ട്. ഡയപ്പർ പിന്നെ മിക്കവാറും എപ്പോഴും വേണ്ടി വരുമല്ലോ. പക്ഷേങ്കിലും ഞാൻ ഇടയ്ക്ക് അവനെ യൂസ് ചെയ്തില്ല. പിന്നെ ഇവനൊന്ന് ഫീഡ് ചെയ്തിട്ട് അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവൻ ദേ ഉറങ്ങി. ഇന്ന് ചക്ക ഉണ്ടായിരുന്നു. ചക്കയും കൂട്ടിയിട്ടായിരുന്നു ചോറ് കഴിച്ചത്. ചക്ക നമ്മുടെ പയർ തോരൻ, ചിലയിടത്ത് എനിക്ക് അച്ചിങ്ങാപ്പയറും ഇതൊക്കെ പറയും. നമ്മുടെ സാധാരണ വള്ളിപ്പയറെന്ന് പറയും ഇവിടെ. അപ്പോൾ വള്ളിപ്പയർ, ചക്ക, നെത്തോലിക്കറി ഇതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ചോറ് കഴിച്ചത്. ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് തുണി അലക്കിയൊക്കെ ഇട്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഇടയ്ക്ക് വെയിൽ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട്. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും ദേ ഒരു മഴക്കാർ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ തുണിയെല്ലാം കൂടെ ഒരു സ്റ്റാൻഡിലോട്ട് മാറ്റിയിട്ട് അവിടെ സൈഡിൽ ഒതുക്കി വെച്ച്. കാരണം മഴ പെയ്യുവാണെങ്കിൽ പിന്നെ എപ്പോഴും ഇറങ്ങി പോകാൻ പാടല്ലേ. അപ്പോൾ സ്റ്റാൻഡിലെല്ലാം കിടക്കുവാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ സ്റ്റാൻഡ് എടുത്ത് വെക്കുക, എടുത്ത് മാറ്റുക. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഉച്ചവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ. ഇനി വൈകുന്നേരം പിന്നെ കിയാറേനെ ചേട്ടൻ വിളിച്ചുകൊണ്ട് വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചായ കുടി ബഹളം പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോകും. പിന്നെ രാത്രിയാവുന്നു, ഉറങ്ങുന്നു, പിന്നെ രാവിലെ ആകുന്നു, പിന്നെ ഇതൊക്കെ തന്നെയാണ് പണി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും. ബൈ.